വ്യക്തി ജീവിച്ചിരിപ്പില്ല, നമ്മൾ ഈ പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പില്ല. അല്ല, പുള്ളിക്ക് അറിയാം. അതുമല്ല, പുള്ളി ജൂൺ 4-ാം തീയതിയാണ് മരണപ്പെടുന്നത്. പുള്ളി മെയ് 20-ാം തീയതി എന്നെ വിളിച്ചിരുന്നു. ഞാനിപ്പോ പ്രോഗ്രാം സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്തു നിന്ന് ട്രെയിനിലേക്ക് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴെന്നെ വിളിച്ചിരുന്നു. എന്നെ ഇത്ര വർഷത്തിനിടയ്ക്ക് വെച്ച് അപ്പോഴാണ് വിളിക്കുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡിനോട് പുള്ളി പറഞ്ഞു എന്നെ അറിയാവൂന്ന്. ഹസ്ബൻഡ് ചെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു എനിക്കറിയാം, എന്റെ വൈഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അത് ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. നാളെ നിങ്ങൾ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വലിയൊരാളാവും, ചിലപ്പോൾ ഞാനാകും. അതുകൊണ്ട് നമ്മളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചഴിക്കാൻ പാടില്ല എന്നൊരു. അതെ, വലിച്ചഴിക്കാൻ പാടില്ല അല്ലേ? പക്ഷെ ഇപ്പൊ വലിച്ചഴിച്ചിട്ട് ഏകദേശം ഇത് ആകെ ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആയി മാറി അല്ലേ? ആകെ ഒരു കോംപ്ലിക്കേഷൻ. കാരണം ഇതിലിപ്പോ 3 സ്ത്രീകളുടെ പേര്, 3 സ്ത്രീകള് അല്ലെ, ഒരാളില്ല, ജീവിച്ചിരിപ്പില്ല. പിന്നെ രേണുസുധീന്റെ കേസ് ഇപ്പൊ നമ്മള് കുറെ കാലമായിട്ട് ഇതിപ്പോ എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ല. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുത്തിയ വ്യക്തിയുടെ ശബ്ദമാണ് നിങ്ങളിപ്പോ കേൾക്കുന്നത്. പിന്നെ ഇത് സത്യാവസ്ഥ എന്താന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇവര് പറയണത് കള്ളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് വോയിസ് ആണ് ചിലപ്പോൾ, പക്ഷെ ചിലപ്പോൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഈ വിഷയം അറിയുന്നവർ ഒക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ കൊല്ലം സുധി, ഞാൻ ഇന്ന് വരെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് ഞാൻ ഇന്ന് വരെ അറിയില്ലായിരുന്നു കൊല്ലം സുധിക്ക്. ഞാൻ വിചാരിച്ച് കൊല്ലം സുധി രണ്ട് പേരാണ് കല്യാണം കഴിച്ചത്, 2 ഭാര്യമാരാണ്. മോന്റെ അമ്മയും പിന്നെ രേണു. ശാലിനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ മരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ ചാനലിലോട്ട്. എല്ലാ പ്രോഗ്രാമിനും സ്റ്റാർ മാജിക് ഒക്കെ കണ്ടിരുന്നു. അതിലൊക്കെ വരുമ്പോഴും ശാലിനി ആ മോന്റെ അമ്മേനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. കാരണം മോനെ ഇട്ടുപോയ അമ്മയാണ് എന്നുള്ള രീതിയിൽ അവർ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യം. പക്ഷെ ഈ രണ്ടാമത് ശരിക്കും കല്യാണം കഴിച്ചു പറഞ്ഞ് ഇപ്പൊ സംസാരിക്കുന്ന സ്ത്രീനെ കുറിച്ചിട്ട് ഇന്നേ വരെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് കൊല്ലം സുധി ടോട്ടൽ 3 പേരെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. 3ാമത്തെ ഭാര്യയാണ് ആയിരുന്നു ആണിപ്പോ രേണു സുധി അല്ലേ? സത്യം പറഞ്ഞാൽ രേണുസുധി ഇപ്പൊ എനിക്ക് തോന്നുന്നു രേണു ഇന്റർവ്യൂലൊക്കെ ശരി 3 കല്യാണം കഴിച്ചിട്ടുണ്ട് ഇത് പറയണില്ലല്ലോ. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അല്ല, സത്യം പറഞ്ഞാൽ രേണുസുധി ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ആ ഒരു ലൈഫിൽ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു കോണ്ടന്റ് വൈസ് നോക്കുന്ന സമയത്ത് അതിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലേ? എനിക്ക് തോന്നുന്നു രേണുസുധിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ഫേസ്ബുക്കിൽ എവിടെ സംസാരിച്ചു കഴിഞ്ഞാലും ഏത് ടോപ്പിക്കിനും അത്യാവശ്യം റീച്ച് ഉണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ശരിക്കും രേണുസുധി. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്താ വിഷയം നിങ്ങൾക്ക് അറിയാത്തവർക്ക് വളരെ ക്വിക്കായിട്ട് പറയാം. 2ാമത്തെ ഭാര്യ എന്ന് പറയുന്ന ഒരു ലേഡി, കാരണം അവരുടെ മാരേജ് കഴിഞ്ഞ് ഒരു ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വന്ന് പറഞ്ഞത് എന്തിനാന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ പിന്നെ വേറൊന്ന് ചിന്തിക്കാൻ അവര് പറയണു, അവരെ മോശമായിട്ട് പറയുന്നുണ്ട്. രേണു പലരും ചോദിക്കുമ്പോ രേണു പറയേണ്ട അവള് സുധിയുടെ കൂടെ നടന്നിരുന്നു, അങ്ങനെ ആ രീതിയിലാ കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലല്ല പറയണെന്ന് പറയുന്നുണ്ട്. അതെ, ഇത് ചില ആൾക്കാർക്ക് എന്താ വിഷയം എന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അറിയാത്തവർക്കായിട്ട് പറയണത് വെച്ചാൽ ഈ നിങ്ങൾ ശബ്ദം കേട്ടിട്ടുള്ളത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. അറിയാത്തവർക്കായിട്ട് പറയാൻ കേട്ടോ, ഇവർ ഈ സൗണ്ട് കേൾക്കുന്ന ലേഡി ആരാന്ന് ഒരു പക്ഷേ ചിലപ്പോൾ എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ള അറിയില്ല. മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും പേര് പറയാൻ പോകുന്നില്ല. എനിക്ക് ആളെ മനസ്സിലായി. ഇത് ആളെ എങ്ങനെ മനസ്സിലായി? അവരുടെ ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അവർ പറഞ്ഞിട്ടുള്ള ഈ വോയിസിൽ തന്നെ അവർ പറയുന്നുണ്ട് അവർ കൊല്ലം സുധിയുടെ കൂടെ ഏത് ടീമിലായിരുന്നു കോമഡി ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നത്, മിമിക്രി ആർട്ടിസ്റ്റാണ്, കോമഡി ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു, ഇന്ന സ്കിറ്റിലുണ്ടായിരുന്നു, ഇന്ന എപ്പിസോഡിൽ വന്നിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. ഇവർ അവകാശപ്പെടുന്നു, ഇവർ പറയുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത് കൊല്ലം സുധിയുടെ 2ാമത്തെ വൈഫാണെന്നുള്ളതാണ്. പേര് പറയുന്നില്ല, ഞാൻ കാണിച്ചതിന് ഇൻസ്റ്റാഗ്രാം. ഇത് അറിയാത്തവർക്ക് പെട്ടെന്നൊരു സംഭവം പറയാം. സുധി ആദ്യം കല്യാണം കഴിച്ചു. ശാലിനി പറഞ്ഞ ലേഡി, അവരുടെ മോനാണ് ഇപ്പൊ കൂടുതലുള്ള രാഹുൽ. ഇപ്പൊ നമ്മുടെ മോൻ ആ ശാലിനിയായിട്ട് ഡിവോഴ്സ് ആയില്ലേ? ശാലിനി എന്താ പ്രശ്നമായി ഡിവോഴ്സ് ആവുക, ഒരാളുടെ കൂടെ പോയി. അത് ശരിക്കുള്ള കഥ എന്താണെന്ന് അറിയില്ല നമുക്ക്.
അപ്പോൾ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നു. ഇട്ടിട്ട് പോയതിനു ശേഷമാണ് ഇപ്പൊ സംസാരിച്ച സ്ത്രീനെ ശരിക്കും കല്യാണം കഴിച്ചു. വീട്ടുകാർ പോയി ആലോചിച്ച് കല്യാണം കഴിച്ചു, 5 വർഷത്തോളം ജീവിച്ചു, ഡിവോഴ്സ് ആയി. അതിനുശേഷം ഈ സ്ത്രീ രേണുവായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചു. അതായത് വോയിസ് ഒക്കെ കേട്ടു, വൃത്തികെട്ട സംസാരങ്ങളൊക്കെ ഈ വോയിസ് ഒക്കെ കേട്ടപ്പോ സുധിയാണെങ്കിൽ നന്നായി കുടിക്കുകയും ചെയ്യും. കേട്ടോടത്തോളം ഇപ്പൊ എന്താ പറയുക, ഒരാളെ ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഇത് ഇപ്പൊ നമ്മളോടൊക്കെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, നന്മ ചെയ്ത ആൾക്കാരുണ്ടാവും. ഈ ദ്രോഹം ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർത്താനം പറയും, ഇവ മരിച്ചു പോയില്ലേ, മരിച്ചു പോയോടത്ത് പറയണ്ടെന്ന് അത് അങ്ങനെ പറയും, നമ്മളങ്ങനെ പറയാറുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു പോയി എന്ന് വെച്ചിട്ട് അയാൾ എന്ത് ക്യാരക്ടർ വെച്ചാൽ അത് മാറുന്നില്ല. 2 ഭാഗം ഉണ്ട് അതിന് കേട്ടോ. ഇതിന്റെ മെയിൻ സംഭവം എന്താ വെച്ചാൽ, ഇനി മരിച്ചുപോയ വ്യക്തിയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അയാൾ വന്ന് ബദൽ പറയുന്നില്ല അല്ലേ, അയാൾക്ക് തിരുത്താനുള്ള കഴിയില്ലല്ലോ. അപ്പൊ ആ ഒരു മാനുഷിക പരിഗണനയും പരിപാടിയും വിചാരിച്ചിട്ട് ഇത് 2 സ്ത്രീകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നത്തിൽ അല്ല, ഇത് ചിലപ്പോൾ ചിലർക്ക് കാര്യം മനസ്സിലായില്ല, അതുകൊണ്ടായി പറയണം. അപ്പൊ ഈ വോയിസ് ഇവര് കേട്ടു, ആര് രണ്ടാമത് കല്യാണം കഴിച്ച ഇപ്പൊ വോയിസ് കേട്ട ആ സ്ത്രീ കേട്ടു. അങ്ങനെ ആ സ്ത്രീ ഇവര് സുധിയായിട്ട് ഭയങ്കര അടിയായി, ചാറ്റൊക്കെ കണ്ടുപിടിച്ചു, അത്ര അടിയായി. അങ്ങനെ ഒഴിവാക്കിയതിനു ശേഷമാണ് രേണുവിന്റെ കൂടെ ഇതാണ് കഥ കേട്ടോ. ഇതാണ് ഈ പറയുന്ന ലേഡിക്ക് നിങ്ങൾ ഈ ഇന്റർവ്യൂ കണ്ടുകൊള്ളറിയില്ല. ഞാൻ എന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോയെ കുറിച്ച് അവരുടെ അത് പിന്നെ വോയിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെക്കാം, ഫുൾ മനസ്സിലാവും. അത് 35 മിനിറ്റോളം ഉണ്ട്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ലേഡി ഇപ്പോൾ ഇവിടെ ഒന്ന് പറയാനുള്ള റീസൺ എന്താ പറയുക, ഇത് അതാണ് ഏറ്റവും വലിയ ഒരു കോമഡി. അല്ല കല്യാണം എന്താ ചെയ്യുക, ഇവരിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ പിന്നെ രേണു സുധീന്റെയും കൊല്ലം സുധീന്റെയും ഇമേജ് കംപ്ലീറ്റ് ടാർണിഷ് ചെയ്ത് ഇവർ വന്നിട്ട് ഇതിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും മോശമായി പോയത് ഈ സ്ത്രീകൾ സംസാരിക്കുന്നതിലൂടെ ഏറ്റവും മോശമായി പോയത് ആ മരിച്ച ആളാണ്. മരിച്ച ആള് എങ്ങനത്തെ ആളോ ആയിക്കോട്ടെ, പക്ഷെ മരിച്ചുപോയി, കുറച്ചായി. ഇനിയിപ്പോ അയാളുടെ ഇമേജ് ഫുൾ പോയി. മതിയായിരുന്നു എന്നൊക്കെ ചെറുതായിട്ട് എനിക്ക് തോന്നി, കാരണം ഇമേജ് കംപ്ലീറ്റ് പോയി. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ എന്തെങ്കിലും ഇതാവാനും അയാളോട് നമുക്ക് പ്രതികാരം ചെയ്യാനൊക്കെ തോന്നായിരുന്നു അല്ലെ. ഇതിപ്പോ മരിച്ചു പോയില്ലേ, മരിച്ചു പോയതിനു ശേഷം ഇങ്ങനെ വന്ന് പറയുമ്പോ അവര് പറയുന്ന റീസൺ എന്താണെന്നറിയോ, രേണുവിനോട് ആരൊക്കെയോ ചോദിച്ചു, ഇത്ര ഇവരറിയോ ചോദിച്ചു. ഏതോ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോ കാവിൽ വെച്ചിട്ട് ഇതിന്റെ ഏതൊരു ഇതിനെ കണ്ടപ്പോ ചോദിച്ചു, ഈ സ്ത്രീന്റെ ആരോ കണ്ടപ്പോ ചോദിച്ചു കണ്ടപ്പോ അവര് ചോദിച്ചു രേണുവിനോട് അറിയോ, പിന്നെ ഈ സ്ത്രീനെ അറിയോ ചോദിച്ചു. അപ്പൊ രേണുവിനോട് ഉത്തരം അത് സുധിച്ചേട്ടന്റെ കൂടെ ഒരു കൊല്ലം അങ്ങനെ നടന്ന പെണ്ണല്ലേ പറഞ്ഞു. ആ ഒരു സങ്കടത്തിലാണ് ഈ സ്ത്രീ പേഴ്സണലായിട്ട് സംസാരിച്ചൊരു സംഭവമാണ്. പക്ഷെ യഥാർത്ഥത്തില് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്ന കോൺട്രവേഴ്സിക്കൊക്കെ നമ്മുടെ ഓഗസ്റ്റിൽ നമ്മൾ കൊല്ലം വരുന്ന ഒരു ആചാര പരിപാടി ഉണ്ടല്ലോ ബിഗ് ബോസ്, അതിനായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ടെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം. രേണു ഇത്ര ഇന്റർവ്യൂ കൊടുത്ത് നടക്കുന്നതും ഒക്കെ രേണുവിന്റെ വീഡിയോസ് ഞാൻ 2 ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അത് ആൾക്കാർ എല്ലാവരും അതെന്താണെന്ന് വെച്ചാൽ അന്ന് ശരിക്കും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയായിരുന്നു. കാരണം രേണു ഒരുപാട് ബോഡി ഷേമിങ്ങും അതും ഇതൊക്കെ രേണുവിന് ഒരുപാട് കിട്ടിയപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം ഒരുപാട് ഇന്റർവ്യൂ വന്നു, അതൊന്നും നമുക്ക് റിയാക്ട് ചെയ്യാനേ തോന്നിയില്ല. കാരണം ആവശ്യമില്ലാത്തൊരു ഇന്റർവ്യൂ കൊടുക്കണം പോലെ തോന്നി, എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഇന്റർവ്യൂ ഒക്കെ വെറുതെ അവര് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, രേണു അതിനുള്ള മറുപടി പറയാം. പിന്നെ വിചാരിച്ചു ഇത് പൈസ ഒക്കെ കിട്ടുന്ന കാര്യമായിരിക്കും, അവരുടെ ഇഷ്ടം, അത്രേ ഉള്ളൂ. കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി സംഭവം ബിഗ് ബോസിലേക്കുള്ള പരിപാടിയാണ്. അത് സത്യം. ഞാൻ വേറൊരു സംഗതി കൂടി കേട്ടു, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോ എന്നുള്ള അറിയില്ല. രേണു സുധീനെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു ഫെയിമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വിളിക്കുക. അപ്പോൾ പിന്നെ ഇനി 2 പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് തിൻ എയർ എന്ന് പറഞ്ഞ പോലെ എവിടുന്നോ ഇല്ലാണ്ട് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ ശേഷം 2013 വിവാഹം കഴിഞ്ഞ് 5 വർഷം ജീവിച്ച് ഡിവോഴ്സുമായി കഴിഞ്ഞിട്ട് ഇപ്പോൾ പിടിച്ചിട്ട് എന്തിനാണ് EMO വരുന്നത്, നമുക്ക് ഇത്രയും കാലം പറഞ്ഞൂടെ. അതും പേര് വെളിപ്പെടുത്താതെ ഒരു ചാനലിലേക്ക് വിളിച്ചിട്ട് ഫോണിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് 2 റീസൺ ഉണ്ടായിരിക്കാം. ഒരു റീസൺ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീക്കൊരു ഫെയിമിന് വേണ്ടിയിട്ടായിരിക്കാം, ബിഗ് ബോസ് ആയിരിക്കാം, പറയാൻ പറ്റില്ല. അത് ആരാണ് വ്യക്തി എന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് മനസ്സിലാവും ഈ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി രണ്ടാമതൊരു സംഭവമുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണ്. എന്തുകൊണ്ട് ഇത് ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ആയിക്കൂടാ? രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ബിഗ് ബോസിലേക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ഡിസ്കഷൻ ഉണ്ടാക്കാം. എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യമാണ്.
ഇതൊരു ഡിസ്കഷൻ ഉണ്ടാക്കി എടുത്തു എന്നിരിക്കാം. സ്വാഭാവികമായിട്ടും രേണു സുധി ബിഗ് ബോസിൽ ഈ ബിഗ് ബോസ് പറയുന്നത് സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ അവര് ആൾക്കാർ അല്ലാണ്ട് ഈ ഉള്ളിലുള്ള ഒരു രേണു സുധീനെ എന്തിനു വിളിക്കണം ബിഗ് ബോസിലേക്ക്? കൊല്ലം സുധി എന്നുള്ള ലേബലിലും അവരുണ്ടാക്കിയിട്ടുള്ള സംഗതികളിലും വിളിക്കണ്ടേ? ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന കോൺട്രവേഴ്സി ഷോ ആണ്. അവിടെ നന്മ കളിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസിൽ വരാൻ തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് നിർത്തണമെങ്കിൽ അതിനെ കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ വേണം. അതിന് ഇവരെ കഴിഞ്ഞിട്ടുള്ള വേറെ ആളുണ്ടോ? കൊല്ലം സുധീന്റെ ആ വൈഫിന്റെ ഇത് കുട്ടേട്ടൻ കാണിച്ചത് പ്രകാരം അവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. കാരണം അവര് കുറച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആരാന്നറിയാം, എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിലേക്ക് ഉണ്ടായിരുന്നു. നമുക്ക് പറയാൻ വയ്യ, പക്ഷെ അത് വളരെ മോശമായി പോയി. പിന്നെ എന്താ അറിയോ കൂട്ടേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ ഓരോരുത്തരും ചിലപ്പോൾ സ്വാർത്ഥ ചിന്തയോട് കൂടി ഉണ്ടാക്കുന്നതായിരിക്കും. ഈ പറഞ്ഞ സ്ത്രീയും രേണും ഒക്കെ ഈ ചെയ്യണതൊക്കെ സ്വാർത്ഥതയോടെ ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഒക്കെ അതില് ഒരു മാതിരി ആയി പോണതും കഷ്ടപ്പാടും മോശത്തിലും ആയി പോണത് നമ്മളെ സുധീർക്ക് ഒരു മകനുണ്ട്. ആ മകനാണ് അത്. ആ ഒരു പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പഠിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ആ കുട്ടിയുടെ അച്ഛനാണ് ഒന്ന്. മരിച്ചു പോയത് ആ കുട്ടിയുടെ അമ്മയാണ്. ഇനി അമ്മയായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പറയുന്ന രണ്ട് സ്ത്രീകളും ആ കുട്ടിയുടെ ആരുമല്ല. അതാണ് സങ്കടം. ഇപ്പൊ ഇന്നിപ്പോ സംസാരിച്ച സ്ത്രീക്കൊന്നും ആ കുട്ടീനോട് യാതൊരു വിധ അതിന്റെ അച്ഛനും അമ്മയും ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ആ ചെക്കൻ്റെ അവരെങ്ങനെ അത് എടുക്കാന്ന് അറിയില്ല, അവന് ഈ വീഡിയോ കാണുമെന്നുള്ള അറിയില്ല. ആ കുട്ടിയുടെ മനസ്സെന്താന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ ജനിപ്പിച്ച അച്ഛനും സ്വന്തം അമ്മയും ഇന്ന് ലോകത്തില്ല. അതിന് നോക്കുന്നത് ഈ ഒരു ആള്. അമ്മേനോട് കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല, കാരണം അമ്മ ഇട്ട് പോയ അമ്മയല്ലേ, ഉപേക്ഷിച്ചു പോയ അമ്മയല്ലേ. പക്ഷെ എന്നാലും അച്ഛനെങ്ങനെ പിന്നെ ഇമേജ് മോശമാക്കണത് ഇമേജ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പേര് വെളിപ്പെടുത്തി കാര്യങ്ങൾ ഫുൾ തെളിവോട് കൂടിയിട്ട് വന്ന് പറയണം. ഇത് മുഖവും കാണിക്കണില്ല, പേരും പറയണില്ല, അതെന്തിനാ? പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ സത്യം എന്ന് വിചാരിക്കാം. വല്ലാത്തൊരു ജീവിതം എന്നാലും കേട്ടോ, അല്ലേ? ഇനിയിപ്പോ നമ്മളിപ്പോ പറഞ്ഞില്ല, നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ പറഞ്ഞത്. ഇനിയിപ്പോ ഇത് സത്യമാണെന്നുണ്ടെങ്കിലും എല്ലാരും കണക്കില്ലേ സുധീര ചങ്ങായിന്റെ. അതാണ് നമുക്ക് എന്താ പറയാ, ന്യായീകരിക്കാനില്ല. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, പിന്നെ ആ ഒരു വോയിസുകൾ കേട്ടും അറിയില്ല. ഇങ്ങനെ പറയണ്ട അല്ലേ? ഇത് മരിച്ചു പോയടുത്ത് നമ്മളായിട്ട് പറയണോ? അല്ല, എല്ലാവരും പറഞ്ഞത് അല്ല നമ്മളായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ പിന്നെ രാവിലെ ഉമ്മയും കൊടുത്ത് പറഞ്ഞയച്ച് ഇപ്പൊ പോയി. സ്ത്രീ പറഞ്ഞതാട്ടോ, രാവിലെ ഉമ്മയും കൊടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആള് ഓഫായി കിടക്കണം. ഫോൺ നോക്കുമ്പോ ഇതേപോലത്തെ കുറെ വോയിസും വൃത്തികെട്ട ചാറ്റൊക്കെ പറയാൻ പറ്റില്ലാത്ത രീതിയിൽ അശ്ലീല ചാറ്റുകൾ കണ്ടുപിടിച്ചു. ഇതിന്റെ പേരിൽ ഈ സ്ത്രീ സുധീനെ അടിച്ചു. സത്യസന്ധമായി അടിച്ചിട്ട് അടിക്കൂലോ? അടിക്കുള്ളൂ. എന്തായാലും വല്ലാത്തൊരു അഴകുഴ ജീവിതം. പക്ഷെ നമ്മൾ കമന്റ്സ് ഒക്കെ ഒരുപാട് കണ്ടു കേട്ടോ. ഇയാളുടെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് പോട്ടെ, മരിച്ചു പോയടുത്ത് ഇനി പറയണ്ട ഇനിയിപ്പോൾ അത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതിപ്പോ നമുക്ക് ഈ മരിച്ചുപോയ ആളെ കുറിച്ച് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നില്ലേ? ഈ ചെറിയ ബുദ്ധിമുട്ട് പോലും ഈ കൂടെ ജീവിച്ച 5 വർഷം ജീവിച്ച ഈ സ്ത്രീക്കോ അല്ലെങ്കിൽ മറ്റവർക്കോ ഒന്നും ആർക്കും ഇല്ല. നമ്മൾ ഒരു പരിചയമില്ലാത്ത നമുക്കിപ്പോ എന്ത് പരിചയമുള്ളത്? നമ്മളിപ്പോ ഇനി ജസ്റ്റ് ഇപ്പൊ ആ സ്ത്രീ പറയണ പോലെ ആ സ്ത്രീക്ക് കുറെ അപമാനം വേറെ വല്ല രീതിയിൽ നമ്മളറിയാത്ത രീതിയിൽ സ്ത്രീനെ ചിലപ്പോ അവർക്കൊരു അവര് വേറൊരു ആൾക്കാരുണ്ടാവും കൂട്ടേട്ടാ, ചിലപ്പോ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഈ അപമാനത്തിനേക്കാളും ഭയങ്കര അല്ല, പേഴ്സണലായിട്ട് കണ്ട സമയത്ത് കാവിൽ വെച്ച് കണ്ടപ്പോൾ ആരോ ഒരാളോട് പറഞ്ഞു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ കൂടെ വിളിച്ച് പറയാം. എന്നോട് ആരെങ്കിലും വിളിച്ച് പറയുന്ന സമയത്ത് ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടു പറഞ്ഞു. ഈ ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെന്താ അതിൻ്റെ ആവശ്യമുള്ളത്? എന്താവശ്യമുള്ളത്? കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ബിഗ് ബോസ് രേണു ഇപ്പൊ ഈ എല്ലാ കുറച്ച് ഇതായിട്ട് ഇങ്ങനെ നെഗറ്റീവ് ഇതിങ്ങനെ കൊടുക്കണതും ഒക്കെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസും ഇതൊക്കെ കണ്ടിട്ടാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി ചിലപ്പോൾ നമ്മൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ ഈ റിയാക്ഷൻ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ സംഭവം മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. എന്താണ് ഇവരെന്തിനാ ബിഗ് ബോസ് പറഞ്ഞു തോന്നിപ്പോകും. പക്ഷെ അത് റിയാലിറ്റിയാണെന്ന്. ഓരോ വർഷവും ഈ വരുന്ന ഈ പരിപാടി കാരണം ഒരു വേറൊരു പാരലൽ യൂണിവേഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ ഇത് ഒരു ഭാഗത്ത് അഖിൽമാരാരെയും കൊണ്ടുനടക്കുന്ന കുറേ ആൾക്കാർ, അപ്പുറത്ത് റോബിനെയും കൊണ്ടുനടന്ന കുറേ ആൾക്കാർ, തെറി കേൾക്കാൻ കുറേ ഭാഗത്ത് റിയാസ്, ഇതൊക്കെ ആക്കുന്ന സമയത്ത് ഇതൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു ക്രൗഡിന് തോന്നിപ്പോകും എന്തിനാണ്. പക്ഷെ അത് അങ്ങനെ ഒരു ലോകമാണ്, അങ്ങനെ ഒരു സംഗതി. ആ ഒരു 100 ദിവസം എന്ന് പറയുന്ന സംഭവം അതിലേക്കുള്ള തയ്യാറെടുപ്പാണ്. ആൾക്കാർ പ്രൊഫഷനായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മളോട് ഡയറക്റ്റായിട്ട് പറഞ്ഞ ആൾക്കാരിൽ ഇത് കാര്യം എന്താ വെച്ചാൽ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ അറിയോ, പിന്നെ ലൈഫ് സെറ്റാണ്, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല.
എന്തായാലും വീഡിയോ നമ്മൾ ലെങ്തി ആക്കുന്നില്ല അല്ലേ? ഇത് പിന്നെ ഒരു കാര്യം പറയാണ്ട് ഇതോട് പറയണ്ടേ, പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് അതിന് പറഞ്ഞാണ്ട് എന്താ വെച്ചാൽ എൻ്റെ പുതിയ ചാനലാണ്. അപ്പൊ അതിലിങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങണേലൂ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്കും ചെയ്യണം. എന്താ സംഗതി അറിയാം, അത് തന്നെയാണ്. അപ്പൊ എന്താ സംഗതി അറിയോ, ഇനീഷ്യലി നമ്മൾ 2 രീതിയിലാണ് ഈ ഒരു ചാനൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവളാണ് ഇതിൽ ഇത് തന്നെയാണ് ഇതിൽ റിയാക്ഷൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിക്കുന്നത് ഓരോ ടോപ്പിക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ ടോപ്പിക്സ് ഞാൻ എൻ്റെ മറ്റേ ചാനലുകളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പല ആൾക്കാരും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഡിസ്കഷൻസ്. അതായത് പറയുന്ന 2 പേരും തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ. ഇതൊരു വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ ഒരിക്കലും സത്യസന്ധമായി പറയാണ്, ഞങ്ങൾ ഇതിന് പ്രിപ്പയർ ചെയ്യില്ല. 2 പേരും അവരവരുടെ അഭിപ്രായമാണ് അപ്പോൾ അവിടെ ഇരുന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിപിടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അടിപിടിയല്ല, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഞങ്ങൾ തമ്മിൽ എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇത് ഓൾറെഡി വലിയൊരു അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞ് 2ാമത് റീടേക്ക് ഉണ്ടായി, ഓർമ്മയില്ലേ? മറ്റേ സംഗതി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുടെ പേര് റിലേറ്റഡ് ആയിട്ട് ആളുടെ പേര് പറയണം പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ശരിക്കും പറയാൻ ആഗ്രഹം ഉണ്ടാവും, എനിക്കറിയാം അറിയാൻ ആരാണെന്ന്. പക്ഷെ അത് പറയാൻ പാടുമെന്ന് അറിയില്ലല്ലോ. ഇനി കുട്ടികളെ കാണിച്ചെന്ന ആളെന്നെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാ. അത് ഏകദേശം അത് ആൾ തന്നെയാണ്. കാരണം വെച്ചാൽ ആ വീഡിയോയിലെ കമന്റിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കമന്റ് ചെയ്യൂ, നമ്മൾ ലൈക്ക് ചെയ്താൽ പിന്നെ അതെന്ന് പറയാം എങ്ങോട്ടാ ഈ കോൺസിക്വൻസസ് എങ്ങോട്ടാ പോകാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നാളെ എന്ത് രീതിക്ക് പോകുന്നുള്ളതൊന്നും. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ലീഗൽ കേസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം വെച്ചാൽ അത്രയും മോശമാക്കിയിട്ടുള്ള, പിന്നെ ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിലാണ് അടുത്ത കേസ് അല്ലേ? ചാറ്റും കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ. എന്തായാലും അഴകുഴ ജീവിതങ്ങളായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരല്ലേ ഇതും. അങ്ങനെയൊന്നും പറയല്ലോ കേട്ടാ. അഴകുഴ എങ്ങനെ അഴകുഴാന്ന് ഉദ്ദേശം എന്താ വെച്ചാൽ അവിഹിതോ? അല്ലാണ്ട് അന്നത്തെ കേസ് എന്താ, ഭാര്യ ജോലിക്ക് പോകുന്ന സമയത്ത് ഭർത്താവ് കള്ളും കുടിച്ച് വേറെ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്ത് കിടക്കുക. എന്നിട്ട് ഇയാൾ അടിച്ച് പൂക്കുറ്റിയൊക്കെ കിടക്കുന്ന സമയത്ത് തിരിച്ച് ഭാര്യ നോക്കുമ്പോൾ ഈ ചാറ്റൊക്കെ കാണുക. എന്നിട്ട് ഭർത്താവിനെ മോന്തയ്ക്ക് അടിക്കുക, ഭാര്യ ഇറങ്ങി പോവുക. അത് കഴിഞ്ഞ് ഇയാൾ വേറെ കല്യാണം കഴിക്കുക. പാവം പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ആണ് മരിച്ചുപോയി. ഇങ്ങനത്തെ ജീവിതമാണ് ഞാൻ അഴകൂടാതെ ഉദ്ദേശിച്ചു കേട്ടോ. അല്ലാണ്ട് മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാർ അസുഖം വന്നു ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ മരിച്ചുപോയി കൊടുത്തു ആൾക്ക് സ്വസ്ഥത ഇല്ല, അയാൾക്കൊരു സ്വസ്ഥതയില്ല, സത്യമായിട്ട് പറയാലോ. എന്തായാലും വേറെ ഒന്നുമില്ലല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.